പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളുവിൻ. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. മിസ്രൈമിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തേക്ക് മോശ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോൾ അവർ എത്തി നിന്നത് ചെങ്കടലിന്റെ മുന്നിലായിരുന്നു. തങ്ങളുടെ പിന്നാലെ ഫറവോനും സൈന്യവും കൊല്ലുവാനായി പുറപ്പെട്ടു വരുന്നത് കണ്ട ഇസ്രായേൽ ജനം ഭയപ്പെട്ട് മോശയോട് ചോദിച്ചു, നീ ഞങ്ങളോട് എന്തിനിത് ചെയ്തു? ഞങ്ങളെ കൊല്ലുവാനാണോ കൊണ്ടുവന്നത്? അവരോട് മോശ പറഞ്ഞ മറുപടിയായിരുന്നു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളുവിൻ. ദൈവത്തോട് മോശ നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, മോശയുടെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിന്റെ നേരെ നീട്ടുവാൻ. മോശ വടിയെടുത്ത് ചെങ്കടലിന്റെ നേരെ നീട്ടി. ദൈവം കടലിനെ രണ്ടായി വിഭജിച്ചു. ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ ജനം മറുകരയിലെത്തി. ഫറവോനും സൈന്യവും അവരെ പിന്തുടർന്ന് അതിലെ പോയപ്പോൾ ചെങ്കടൽ വീണ്ടും ഒന്നാകുകയും ഫറവോനും സൈന്യവും ചെങ്കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുകയും ചെയ്തു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുന്നിൽ വഴി അടയപ്പെട്ടവരായി, പിന്നിലേക്ക് പോകുവാൻ കഴിയാതെ വഴി അടയപ്പെട്ടവരായി നിൽക്കുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടില്ലേ? എന്നാൽ ദൈവം നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളുവിൻ. നമ്മുടെ മുന്നിലുള്ള പ്രശ്നത്തോട് അതിൻ്റെ നേരെ പ്രാർത്ഥനയോടെ നാം എഴുന്നേറ്റ് നിന്നാൽ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വഴിമാറുകയും ആ പ്രശ്നത്തെ അതിജീവിച്ച് നമുക്ക് മറുകരയിൽ എത്തുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ പറയാമോ, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ.